നിർമ്മാതാവ് സജി നന്ദ്യാട്ട് കൂടി നമുക്കൊപ്പം ചേരുന്നു. നിർമ്മാതാവ് സജി നന്ദ്യാട്ട്, വളരെ കുറച്ചാൾക്കാർ മാത്രം പ്രതികരിക്കാൻ പോലും ധൈര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിലുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? യോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്ത്രീ സുരക്ഷ ഉണ്ടായിരിക്കണം, സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം, തൊഴിലിടങ്ങളിൽ അവർക്ക് സേഫ്റ്റി ഉണ്ടാവണം. അവർ യാതൊരു വിധത്തിലെ ചൂഷണങ്ങൾക്കും, അത് സെക്സ്വലായിരിക്കാം, അതല്ല മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം, സാമ്പത്തികമായിട്ട് ഇത് ഇൻഇക്വാളിറ്റി സ്വാഭാവികമാണ്. അതൊഴികെ ബാക്കി എല്ലാ രംഗത്തും അവർക്ക് വേണ്ട പ്രാധാന്യവും പരിഗണനയും ഒക്കെ അവർക്ക് ലഭിക്കണം. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ ആ കൂടെയാണ്. പിന്നെ ഇതിനകത്ത് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളില് എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ഇതിനകത്തൊരു തിരക്കഥ നടന്നിട്ടുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്ത് വിളിച്ചു വരുത്തിയവരുടെ മേൽ ഒരു ഹോം ട്യൂഷൻ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് നമുക്കറിയാം, ഈ സിനിമയിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ സിനിമാ ലോകം ഉണ്ടായ കാലം മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് പൊതുസമൂഹത്തിൽ ഇതറിയാം. സിനിമാ ലോകത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊരു ധാരണ നേരത്തെ മുതലുണ്ട്. നമ്മളൊക്കെ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു തിരക്കഥ, ഒരു ഹോം ട്യൂഷൻ കൊടുത്ത് കുറച്ച് പേര്, എല്ലാവരും അല്ല കേട്ടോ, ചിലര് പറഞ്ഞ സത്യങ്ങളുണ്ട്, ചിലര് അസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചിലര് അർത്ഥസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിപ്പോ ഈ പറഞ്ഞ ഒരു സത്യമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വേതനത്തിന്റെ കാര്യത്തില് അവരെ ചില ആൾക്കാർ ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നല്ല, അവരെ കൊണ്ടുവന്ന കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തും ചൂഷണം നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഞങ്ങളപ്പോ സാമ്പത്തിക ചൂഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ് ഞങ്ങളത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ സംഘടനകൾക്കൊന്നും അധികം റോളില്ലാത്തില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ, അത് അവിടെ പോയി വടിയെടുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം നമ്മളൊരു പോലീസിങ്ങോ ഒരു ജുഡീഷ്യൽ പവറോ ഉള്ള സംഘടനകളൊന്നും അല്ല നമ്മുടേതുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ സഹിതം ഇത്തരം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിനൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ സിനിമാ ലോകത്തുണ്ടെങ്കിൽ അവർ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. സിനിമാ ലോകത്തിൽ മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്നതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലായിടത്തും നന്മയുണ്ട്, തിന്മയുണ്ട്, ഇല്ലേ? ശ്രീ സജി നന്ദ്യാട്ട്, ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ഇൻഡസ്ട്രിയെ മൊത്തമായിട്ട് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? ഇൻഡസ്ട്രിയിൽ അധികാരം കൈയാളുന്ന ആൾക്കാർ, അത് നടന്മാരാകട്ടെ, നിർമ്മാതാക്കളാകട്ടെ, സംവിധായകരാകട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ സംഘടനയ്ക്ക് റോളില്ല, സംഘടനകൾക്ക് റോളില്ല, സംഘടനകളെ വിട്ടുകളയാം. പക്ഷേ ബാക്കി സിനിമയിൽ ആര് അഭിനയിക്കണം, ആര് കൂടെ അഭിനയിക്കണം, ആര് ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന കുറച്ചധികം പേർ ഈ അക്രമങ്ങൾ നടത്താൻ മുന്നിൽ നിൽക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഉന്നതർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഉന്നതരിൽ നിന്ന് പറയുന്ന ആൾക്കാർ പേരുകൾ പറഞ്ഞിട്ടില്ല, ഉന്നതരൊന്നും ഇതിനകത്തില്ല, ഇതൊക്കെ തിരക്കഥയാണെന്ന് താങ്കൾ പറയുമോ? ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം ഞാൻ പറയുന്നത് ഇപ്പോഴും അങ്ങനെയാണ്. എന്റെ പക്ഷം എന്ന് പറയുന്നത് കൃത്യമായി ആരാണെന്ന് വെളിപ്പെടുത്തണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ മഴയത്ത് നിൽക്കേണ്ട കാര്യമില്ല, എല്ലാവരും സംശയത്തിന് നിന്നു നിൽക്കേണ്ട കാര്യമുണ്ട്, അല്ലേ? കൃത്യമായ ആൾക്കാരെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്നത് ആരോപണമാണിത്, അല്ലേ? നമ്മുടെ ഇപ്പം ഈ കമ്മീഷനും ഈ കമ്മിറ്റി ഇവരുടെ ആരോപണങ്ങളും ഇവര് പറഞ്ഞ മൊഴികളുമാണ്. അത് സത്യസന്ധമാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കപ്പെടുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്തരം ആൾക്കാരെ തിരിച്ചറിയണമെന്നുള്ള അത് സംശയം തിരിക്കുന്നത്. പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ തിരക്കഥാകൃത്തും അതിന്റെ സംവിധായകരും അതിന്റെ നിർമ്മാതാവുമാണ്. അല്ല മറിച്ച് നടന്മാർക്കൊരു റോളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു സിനിമ ഉണ്ടാകുന്നത് ആദ്യമേ ഒരു കഥാകൃത്തിന്റെ മനസ്സിലല്ലേ, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നടൻ കാണും. പിന്നീട് ആ കഥയായിട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം അഭിനയിക്കും, അല്ലേ? അതല്ലാതെ ഈ ഒരു കഥ ഉണ്ടാക്കണം എന്ന് ഒരു നടൻ ഒരു തിരക്കഥാകൃത്തോട് പറയാ ഇന്ന നടിയെ വെച്ച് അല്ല ഇന്ന ആൾക്കാരെ വെച്ച് എടുക്കണം എന്ന് പറയുന്ന രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഈ കൂടെ അഭിനയിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കാൻ പോലും ആ രീതിയിലുള്ള ഇടപെടൽ പോലും നമ്മുടെ നടന്മാർ നടത്താറേ ഇല്ല, അങ്ങനെയാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ പറയത്തില്ല, അങ്ങനെ തീർത്തും പറയത്തില്ല. 99% നടത്താറില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ചോദിക്കട്ടെ, ഒരു കഥാപാത്രത്തിന് ചേരുന്ന ചില മനസ്സിൽ ഒരു കഥ എഴുതുമ്പോൾ ആ കഥാപാത്രം ഇന്നയാൾ ചെയ്താൽ നന്നാവുന്നൊരു ബോധ്യം തിരക്കഥാകൃത്തിനും സംവിധായകനും ഉണ്ടല്ലേ, ഇല്ലേ? അപ്പൊ അവർക്കൊരു ക്ഷയമുണ്ട്. അപ്പൊ ഇന്നയാളെ ഇപ്പൊ മഞ്ജു വാര്യർക്ക് ചേരുന്ന വേഷം വേറൊരാൾ ചേരാൻ ശരിയാവില്ലല്ലോ, ശരിയാവുമോ? അപ്പൊ ഉർവശി ചെയ്ത ഉള്ളൊഴുക്കത്തിലെ ക്യാരക്ടർ വേറൊരാൾ ഇത് ശരിയാവുമോ?
നമുക്കത് ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് ഇന്നയാൾ ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ അത് പതിയും. അപ്പൊ അവരതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിനോട് 99% പിന്നെ ഏതെങ്കിലും കഥാപാത്രം ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുമായിരിക്കാം. പക്ഷെ എനിക്കത് 99% ഇന്ന നടിയെ അഭിനയിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കാൻ ഒരു നടനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഥയ്ക്കനുസരിച്ച കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. എനിക്ക് സജിനന്ദേട്ട് ഈ ഏതെല്ലാം നടിമാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിൽ വീണ്ടും താങ്കളോട് ചോദിക്കാത്തത്. താങ്കൾ കണ്ണടച്ചിരുട്ടാക്കിയാണെന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ കേൾക്കുന്നവർക്കും എല്ലാം അറിയാം. അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. പക്ഷേ ഈ കാസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു നമുക്കില്ലല്ലോ. ഞങ്ങൾ നടന്മാരുടെ കൂടെ ഉള്ളവരല്ല. ഞങ്ങള് നടന്മാരെ സപ്പോർട്ട് ചെയ്യോ നടികളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമ്മൾ അനീതി കണ്ടാൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. അല്ലാതെ നടന്മാരും ഞങ്ങളെ അനീതി കണ്ടാൽ പ്രതികരിക്കുന്നത് സ്ക്രീനിലാണ്. നിങ്ങളുടെ ഇൻഡസ്ട്രി അനീതി കണ്ടാൽ പ്രതികരിക്കുന്നത് സ്ക്രീനിലാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വെറും ഡയലോഗ്, ഈ പറയുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ. അത് നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും സൂപ്പർ താരങ്ങളാണെങ്കിലും വെറും സ്ക്രീനിൽ. പിറകിൽ നടക്കുന്നത് എന്താണെന്നാണ് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ സജി നന്ദിയാട്ട്. അല്ല, നാട്ടുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നേരത്തെ മുതൽ നമ്മുടെ നാട്ടില് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ ചർച്ചയല്ല. അതുകൊണ്ട് ഇതൊരു ട്രഡീഷൻ ആയിക്കോട്ടെ, ഇതങ്ങനെ തുടർന്നോട്ടെ, അതാണോ കരുതുന്നത്? ഇതൊക്കെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ നടന്നോട്ടെ എന്നാണോ? കാര്യങ്ങള് നിങ്ങൾ സംസാരിക്കുമ്പോ മേഡം ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ സംസാരിക്കുന്ന അന്തസ്സത്ത ഉൾക്കൊള്ളുക. ഞാൻ പറഞ്ഞ എന്താണ്, തെറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അതല്ല, മറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് അലക്കുക, അങ്ങനല്ല. നമ്മളിപ്പോ നന്മയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും. തിന്മക്കാരും നന്മയും തിന്മയും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണല്ലേ. അപ്പൊ അതിൽ തിന്മകൾ എന്തൊക്കെയുണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് ഞങ്ങളൊക്കെ എടുക്കുന്ന സിനിമകളിലോ ഞങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സിനിമകളിലോ ഞങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾക്കൊരു സേ ഉണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കൊന്നും ആരെയും പേടിക്കേണ്ടതില്ല. കാരണം ഞങ്ങളുടെ മടി കനവില്ല. പക്ഷേ സിനിമയിൽ നിർമ്മിക്കാൻ വരുന്നവർ എത്രയോ സീസണൽ പ്രൊഡ്യൂസർമാരുണ്ട്. ഇവരെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിവില്ല. കാരണം അവർ വരുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു, അവർ പടം ചെയ്യുന്നു, ഞങ്ങൾ നോംസ് പറയും. ICC രൂപീകരിക്കണം, ലിസ്റ്റ് വേണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു വിടുമ്പോൾ അവരുടെ ലൊക്കേഷൻ അത് കൃത്യമായി പാലിക്കുന്ന ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. ശ്രീ സജിനന്ദേട്ട്, അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എവിടെ നിന്നോ പല പ്രൊഡ്യൂസർമാരും വരുന്നു, അവർ പറഞ്ഞ് സിനിമ എടുക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അത്തരം സെറ്റുകളിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെങ്കിൽ ഇതൊക്കെ പുറത്തു വന്നേനെ. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഈ നീതിക്കൊപ്പം നിൽക്കുന്നവരാണല്ലോ. മെജോറിറ്റി നീതിക്കൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഈ പരാതിയൊക്കെ നേരത്തെ പുറത്തു വരുമല്ലോ. നിങ്ങളൊക്കെ മെജോറിറ്റി മുഴുവൻ ഈ നടപടി എടുക്കുന്നവരാണെങ്കിൽ ഈ പരാതിയൊക്കെ നേരത്തെ പുറത്തു വരുമല്ലോ. ഒന്നും വന്നില്ലല്ലോ. അല്ല, പരാതികൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പരാതികൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ പരാതികൾ വന്നാൽ ഇപ്പൊ തന്നെ ഞങ്ങൾ പറയട്ടെ, ICC രൂപീകരിച്ചിട്ടുണ്ട് 3 വർഷമായിട്ട്. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ICC വഴങ്ങിയില്ലെങ്കിൽ അവരെ പോലും പുറത്താക്കുന്നു. ICCക്ക് എന്താണ് നോക്കുകുത്തിയായിട്ട് ICC രൂപീകരിച്ചിട്ടുണ്ട്? എന്ത് ICC ആണ് സജി നന്ദിയാട്ട്? എവിടെയാണ് ഈ ICC? എന്ത് ചെയ്യാൻ പറ്റുന്നേ? ഞങ്ങൾ പറഞ്ഞല്ലോ, ICC രൂപീകരിച്ചു എന്ന് ബോധ്യം വരിക, ഇന്ന ആൾക്കാരാണെന്ന് ബോധ്യം വന്നു, കൃത്യമായി അത് മോണിറ്റർ ചെയ്തു. ഇന്ന ആൾക്കാരുണ്ട് ലൊക്കേഷനിൽ, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ICC ബോധിപ്പിക്കുക, അത് പോലീസിലേക്ക് എത്തിക്കേണ്ട പരാതിയാണെങ്കിൽ പോലീസിലെത്തിക്കുക. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷെ പരാതി വരുന്നില്ല. അപ്പൊ പരാതി വരാതെ അത് പരാതി എനിക്ക് ശ്രീ സജി നന്ദിയാട്ട് പരാതിപ്പെടാൻ ഭയമാണ്. ഈ പരാതിപ്പെട്ടാൽ ജീവൽ ഭയമുണ്ട്. കുടുംബാംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് പരാതി വരുന്നില്ല? പരാതി വന്നില്ല എന്നുള്ളതിനർത്ഥം അവിടെ ഒരു വിഷയമില്ല എന്നാണോ? അങ്ങനെ നമ്മൾ പറയുന്നല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പരിമിതികളില്ലേ. ഞങ്ങള് പോലീസിൽ പരാതിപ്പെട്ടിട്ട് അത്തരക്കാർക്ക് നടപടിയെടുക്കണ്ടേ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ സിനിമയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളുണ്ട്. അവർക്കുണ്ടാകുന്ന പരാതികളെല്ലാം അവർ രേഖപ്പെടുത്തുന്നത് പോലീസിലും കോടതിയിലും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇന്റർനെറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം? പോലീസിൽ പോയി പരാതിപ്പെട്ട് അവർക്ക് നീതി വാങ്ങണം അല്ലേ? ആർക്കെതിരെ പരാതി പറഞ്ഞ ഞാൻ പേരൊന്നും പറയില്ല. നിങ്ങൾ പോലും ഭയക്കുന്ന ആൾക്കാർ സിനിമാ മേഖലയിലുണ്ട്. അതൊരു പക്ഷേ സൂപ്പർ പ്രധാനപ്പെട്ട നടന്മാരായിരിക്കും. ഇവർക്കെതിരെ എങ്ങനെ പരാതി പറയും? സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, ഒരു പെൺകുട്ടി എങ്ങനെ പോലീസിൽ പരാതി പറയും? ഒരു സ്വാധീനവും ഉണ്ടാവില്ലേ? അങ്ങനെ എത്ര കേസുകൾ തേച്ചു നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം. അത് ഞങ്ങളല്ല ഉത്തരവാദികൾ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊന്നും ആരെയും പേടിയില്ല. കാരണം ഞങ്ങൾക്ക് പൈസയുള്ള സിനിമ നിർമ്മിക്കാം. പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടിക്കുറുക്കിന് ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല.
കാസ്റ്റിംഗ് കൗച്ച് സിനിമയിലുണ്ടോ? ആ അവസരം കിട്ടുന്നതിന് വിട്ടുവീഴ്ച ചെയ്യണം, അല്ലാത്തവരെ മാറ്റി നിർത്തുന്നു. ഇനി സഹകരിക്കുന്നവർക്ക് കോഡ് വരെ കൊടുക്കുന്നു. കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ, ഇതൊക്കെ താങ്കൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെ? സ്വാഭാവികമായിട്ടും. അല്ല, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വരില്ലല്ലോ. അങ്ങനെയുള്ളവർ ഞങ്ങളുടെ മുമ്പിൽ വരില്ല. അങ്ങനെ ഒരു കാര്യം മലയാള സിനിമയിൽ താങ്കൾ കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു കാര്യം താങ്കളുടെ മുന്നിൽ വന്നിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട്. എന്തോ നമ്മൾ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യാറില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ തന്നെ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇന്ന ആൾക്കാരെ ക്ഷണിക്കുന്നു. ഞങ്ങൾ അതിന് നിയമം വെച്ചിട്ടുണ്ട്. പോലീസിൽ അറിയിക്കണം എവിടെ വെച്ചാ ചെയ്യുന്നത്. സാമ്പത്തികമായും ശാരീരികമായും ആരെ ചൂഷണം ചെയ്യാൻ വേണ്ടി അങ്ങനെ കാസ്റ്റിംഗ് കോൾ പാടില്ല, അനുവാദം വാങ്ങണം എന്ന് പറഞ്ഞ് ഈയിടെ ഞങ്ങളുടെ അനുവാദമില്ലാതെ രണ്ടെണ്ണം നടന്നു. ഞങ്ങൾ പിടിച്ചു, ഞങ്ങളത് ബാൻ ചെയ്തു. ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വടിയായിട്ട് പറയുന്നത് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഞങ്ങൾക്ക് ജുഡീഷ്യൽ പവറോ പോലീസിംഗ് ഇല്ലല്ലോ. ഞങ്ങൾക്ക് സംഘടനാപരമായി പറയാനേ ഉള്ളൂ. സംഘടനാപരമായി പറയേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതാണ് ശ്രീ സജിത്, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു തിരക്കഥയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു. താങ്കൾക്ക് പല കാര്യങ്ങളും താങ്കളുടെ മുന്നിൽ വന്നിട്ടില്ല. താങ്കളുടെ സെറ്റിൽ ഇതൊന്നും നടക്കാറില്ല. മറ്റുള്ള സെറ്റുകൾ എന്ത് നടക്കുന്നു എന്ന് താങ്കൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ തിരക്കഥയാണെന്ന് പറയുന്നത്? അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരേപോലെയുള്ള പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെയാണെന്ന് നമ്മളതിനെ സമീപിക്കുന്നത്. ചില കാര്യങ്ങൾ അതിനകത്ത് അർത്ഥസത്യങ്ങളുണ്ട്. പിന്നെ ആരോപണം ആർക്കും എനിക്കെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാം, എനിക്ക് നിങ്ങൾക്കെതിരെ ഉന്നയിക്കാം. പക്ഷെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കപ്പെട്ട് തീർച്ചയായും ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിന് സംശയം തിരിക്കുന്നു. എന്റെ വേഷം അതാണ്. അല്ല, നമ്മള് കാടടച്ച് വെടിവെക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ സിനിമാ ലോകത്ത് ഭൂരിപക്ഷം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കറിയാവുന്ന സിനിമയിൽ ഞങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ വരാത്തത്, ശക്തമായി പ്രതികരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മറ്റു തലങ്ങളിൽ സിനിമാ ലോകങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുകയും അതിനനുസരിച്ച് ആരായാലും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. ഈ ഒരു കാര്യം കൂടെ ശ്രീ സജിത്, പ്രമുഖർ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ് ഈ സിനിമ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ, കാരണം ഇതിനകത്ത് അതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം പണം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ എനിക്ക് പണം ഇല്ലെങ്കിൽ എന്നെ ഒരു പവർ ഗ്രൂപ്പ് കൊണ്ട് സിനിമാ നിർമ്മാതാക്കത്തില്ല. അപ്പൊ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് വ്യക്തമായി പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, കാണാത്ത കാര്യം പറയാൻ പറ്റില്ല. പിന്നെ കാശുള്ളവരും നന്നായി പടം എപ്പോഴും ചെയ്യുന്നവരും അവർക്ക് ഒരു പവർ ഉണ്ടാവും, സ്വാഭാവികം മണി പവർ ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും. ഇതിൽ ആരാണ് ഇതെന്നുള്ള വ്യക്തമായി തെളിവുകൾ സഹിതം പേര് സഹിതം വെളി വന്നാലേ നമുക്ക് ആരാന്ന് പറയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, ഇതിപ്പോ ആരും പേര് വെളി വരാത്തപ്പം ഇതിൽ ആരും ആവാം, ഞാൻ ഉൾപ്പെടെയുള്ള ആരും ആകാം, അല്ലേ? എല്ലാവരും സംശയത്തിന് നിഴലായി പോകും. ഒരു ഇൻഡസ്ട്രി തന്നെ സംശയത്തിന് നിഴലായി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒരു കാര്യം കൂടെ ശ്രീ സജിത് അന്തേട്ട്, താരസംഘടന ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ച് പഠിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊക്കെ ആ രീതിയിൽ താരസംഘടനയും ഈ വിഷയത്തിനകത്ത് അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു റോളുമില്ല, അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, താരസംഘടനയെ സംബന്ധിച്ചോളം ഞാൻ അവരെ കുറിച്ച് പറയേണ്ടത് അവരുടെ ആൾക്കാരാണ്. ഞങ്ങൾ താരസംഘടനയെ ബന്ധമുള്ളവരല്ല. അവർ അഭിനേതാക്കൾക്ക് വേണ്ടി അമ്മ എന്ന സംഘടനയുണ്ട്. അതിനകത്ത് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരാണ്. അതിനകത്ത് അഭിപ്രായം പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനകത്ത് നീതിയായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. ഓക്കെ, റൈറ്റ്. സജീവ് നന്ദിയാട്ടെ, അദ്ദേഹം നിർമ്മാതാക്കൾക്ക് വേണ്ടി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക?